രാജ്യത്തിന്റെ യുവത്വം കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട വ്യത്യസ്തമായൊരു സ്വാതന്ത്ര്യ ദിനാശംസ എ റഹീം MP ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. അതും ഇന്ത്യ ഗേറ്റിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ഈ രാജ്യത്തിന്റെ യുവത്വം നടത്തേണ്ട പോരാട്ടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന ആശംസ അത് ഏറെ പ്രാധാന്യമർഹിക്കുന്നുണ്ട്. കാരണം എന്താണ് ഇന്നത്തെ രാജ്യത്തിന്റെ യുവത്വത്തിന്റെ അവസ്ഥയും നാളുകളിൽ അവർക്കൊരു മികച്ച ഇന്ത്യ അർഹിക്കുന്നത് കൊണ്ട് അതിന്റെ പോരാട്ട വഴികളിലൂടെ ഈ നാടിനെ നയിച്ചിരുന്ന പൂർവികരുടെ സമരോത്സുകത ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു മികച്ച ഓർമ്മപ്പെടുത്തലാണ് ആ വീഡിയോ. നമ്മുടെ ഇന്ത്യക്ക് 80ാം പിറന്നാൾ. ലോകത്തിലെ ഏറ്റവും ചെറുപ്പമുള്ള രാജ്യം. 15-നും 29 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ് ജനസംഖ്യയിലെ 27%. ഇനിയും ചെറുപ്പമാകാനിരിക്കുന്നു ഇന്ത്യ. ആ ചെറുപ്പം അതിജീവനത്തിനുള്ള പോരാട്ടത്തിലാണ്, പ്രൊട്ടസ്റ്റിലാണ്. CMIE ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് 6.2%. തൊഴിൽ ലഭിച്ചവരുടെ അവസ്ഥ എന്താണ്? ഏഷ്യൻ മെന്റൽ ഹെൽത്ത് ഇൻഡെക്സ് ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ട കണക്ക് 77% ഇന്ത്യൻ വർക്കിംഗ് ഫോഴ്സും മോഡറേറ്റ് ആയതോ എക്സ്ട്രീം ആയതോ ആയ വർക്ക് റിലേറ്റഡ് സ്ട്രെസ്സിൽ അകപ്പെട്ടിരിക്കുന്നു എന്നാണ്. സ്വിഗ്ഗി, സൊമാറ്റോ, ഊബർ, റാപ്പിഡോ ഇവിടെയെല്ലാം ജോലിയെടുക്കാൻ നിർബന്ധിക്കപ്പെടുന്ന അഭ്യസ്ത വിദ്യരെ നോക്കൂ. ചെറിയ ശമ്പളത്തിന് തൊഴിലാളി എന്ന ലേബൽ പോലും ഇല്ലാതെ പണിയെടുക്കേണ്ടി വരുന്നു. അവർ 23.5 മില്യനായി 2030 മാറുമെന്ന് നീതി ആയോഗ് പറയുന്നു. ഒരു വശത്ത് ജീവിത ചെലവ് ഉയരുന്നു, മറുവശത്ത് വരുമാന സാധ്യതകൾ ഇല്ലാതെ വരുന്നു, ജോലി സ്ഥിരത നഷ്ടപ്പെടുന്നു. 3 ദുസ്വപ്നങ്ങളുടെ തടവറയിൽ ഇന്ത്യൻ യുവത്വം തളച്ചിടപ്പെടുന്നു: EMI, സിബിൽ സ്കോർ ആൻഡ് ടാർഗറ്റ്. ഇവിടെ കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള യൗവനത്തിന്റെ പോരാട്ടങ്ങൾ രാജ്യത്തിനു തന്നെ പുതിയ പ്രതീക്ഷ നൽകുന്നു. അവിടെയാണ് ഭഗത് സിംഗിന്റെയും രാജ്ഗുരുവിന്റെയും സുഖദേവിന്റെയും അംബേദ്കറുടെയും മഹാത്മാഗാന്ധിയുടെയും ചിത്രങ്ങൾ കയ്യിലേറി ഇന്ത്യൻ യൗവനം ഇന്ത്യൻ ക്യാമ്പസുകൾ നടത്തിയ അതിജീവനത്തിന്റെ പോരാട്ടം. ആ പോരാട്ടങ്ങൾ തുടരട്ടെ. ഇനിയും കൂടുതൽ മെച്ചപ്പെട്ട ഇന്ത്യക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, ഉണർത്തുപാട്ടുകൾ ഉണ്ടാകട്ടെ. ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിനാശംസകൾ. അതെ, നാളത്തെക്കുറിച്ച് യുവതയ്ക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. ആ കാഴ്ചപ്പാട് ഏത് തരത്തിലാകണമെന്നത് അവരുടെ കൂടി സമരങ്ങളുടെ ഭാഗമായിരിക്കണം. അങ്ങനെ അവരുടെ നാളേക്കുള്ള ജീവിതത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് ഐക്യപ്പെടലോടെ നടത്തിയിരിക്കുന്ന സ്വാതന്ത്ര്യദിന വീഡിയോ എന്തുകൊണ്ടും ഒരു ജനപ്രതിനിധി ചെയ്യേണ്ടത് തന്നെയാണ്. ജനപ്രതിനിധികളാൽ സാധാരണ നിലയിൽ നടത്തുന്ന പ്രസംഗങ്ങൾക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യദിന ആശംസകൾക്ക് വിരുദ്ധമായിട്ടും അവരെ കൂടി ബോധവൽക്കരിക്കുന്ന രീതിയിൽ രാജ്യ തലസ്ഥാനത്ത് നിന്ന് തന്നെ അത്തരമൊരു വീഡിയോ പങ്കുവയ്ക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കേൾക്കുന്നവരെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ അവകാശങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായി വീഡിയോ മാറുന്നുണ്ട്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് പങ്കുവയ്ക്കപ്പെട്ട വ്യത്യസ്തമായ ഒരു ആശംസ എന്ന് തന്നെ റഹീമിന്റെ ആ വീഡിയോയെ വിലയിരുത്താം.